ഇറാനെ ഇനിയും ആക്രമിച്ചാൽ ആണവായുധം നിർമ്മിക്കുമെന്ന് IRGCയുടെ ഭീഷണി. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായം തന്നെ പുറത്തു വരുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 60% സമ്പുഷ്ട യുറേനിയം ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അത് 90% ആക്കണമെങ്കിൽ 1-2 ദിവസം മതി എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അഭിപ്രായം. കൂടി വന്നാൽ ഒരാഴ്ചക്കിടയിൽ പോലും സമ്പുഷ്ട യുറേനിയം 60% ഉള്ളത് 90% ആക്കാൻ വേണ്ടി പറ്റും. അതോടുകൂടി ആണവായുധമായി. അത് ഒരു 10 ആണവായുധത്തിനെങ്കിലും 450 ഗ്രാം സമ്പുഷ്ട യുറേനിയം മതിയാകും എന്നാണ് വിലയിരുത്തൽ. അങ്ങനെ വരുന്ന സമയത്ത് അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയായിട്ട് അത് മാറും എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ്. ആക്രമണത്തെ പ്രതിരോധിക്കാനും ചെറുത്ത് നിൽക്കാനും തിരിച്ചാക്രമിക്കാനും മാത്രം ബലവും ശക്തിയും തങ്ങളുടെ കൈവശത്തിലുണ്ട്. തങ്ങളത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ഇനിയൊന്ന് ആക്രമിച്ച് നോക്കൂ, ആണവായുധം നിർമ്മിക്കുന്നത് കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ വാർത്താ പ്രാധാന്യമുള്ള ചില മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഇറാൻ സമ്പുഷ്ട യുറേനിയം യഥാർത്ഥത്തിൽ ആണവായുധമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായവുമാണ്. ഞങ്ങൾ ആണവായുധം നിർമ്മിക്കും എന്ന് പറയണമെങ്കിൽ നിർമ്മിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലാത്ത ഇത്രയും ഈ ശക്തിയോടുകൂടി അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തിൽ അവർക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളിടത്തും അഭിപ്രായം വരുന്നു. മാത്രവുമല്ല, ഇതിന് മുൻപത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് അവരുടെ സമ്പുഷ്ട യുറേനിയം തകർക്കപ്പെട്ട നദൻസ് ആണവ നിലയത്തിൻ്റെ അടിഭാഗത്താണ്. അത് ആ ബിൽഡിംഗ് അപ്പാടെ തകർന്നു പോയിരിക്കുകയാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക അത് തകർത്തത്. അതിൻ്റെ അടിവശത്തുള്ള സമ്പുഷ്ട യുറേനിയം പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. ഒരുപക്ഷെ ആഴ്ചകളോളം വലിയ കഠിന ശ്രമം നടത്തേണ്ടി വരും. അവിടുന്ന് അങ്ങനെ തകർക്കപ്പെട്ട ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങൾ നീക്കപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാര്യം പലതരത്തിലും സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അമേരിക്ക ഈ മേഖല നിരീക്ഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് ഇതിന് മുൻപ് തന്നെ ഇറാൻ പുറത്തുവിട്ടതാണ്. അങ്ങനെയെങ്കിൽ അതല്ലാത്ത സമ്പുഷ്ട യുറേനിയം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഒന്നുകൂടി സങ്കീർണമാവുകയാണ്. മുൻപൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ധൈര്യത്തിലല്ല ഇറാൻ സംസാരിച്ചത്. യുദ്ധത്തിൻ്റെ വലിയ രീതിയിലെ കെടുതികളും ദുരന്തങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും രാജ്യത്തുടനീളം ഇപ്പോഴും അനുഭവിക്കുന്ന സമയത്താണ് അവർ ധൈര്യം കൂടിക്കൊണ്ട് സംസാരിക്കുന്നത്. കാര്യം ജനങ്ങൾ അപ്പാടെ ഇറാൻ സർക്കാരിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ധൈര്യം. പിന്നീട് 3 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിൽ അവർക്ക് ആക്രമിക്കാനും തിരിച്ചടിക്കാനും സാധിക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് തലത്തിലുള്ള സൈനിക മേഖലയും ആത്മീയ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള മതപരമായിരിക്കുന്ന സൈനിക സംവിധാനവും പിന്നീട് പ്രത്യേകപരമായിരിക്കുന്ന പേഴ്സണൽ ഫോഴ്സ് എന്ന് പറയുന്ന വിഭാഗവും ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള കരുത്തുറ്റ ഒരു സൈനിക സംവിധാനവും ഫലവും അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഇടവേളയ്ക്ക് ശേഷം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഈ 15 ദിവസം വലിയ രീതിയിലുള്ള കഠിന ശ്രമങ്ങൾ ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അവരത് ഏകോപിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നിപ്പോൾ ചൈന സന്ദർശനത്തിന് പോയിരിക്കുന്നു. അപ്പോൾ അവിടെ പ്രധാനമായിരിക്കുന്ന വിഷയം മറ്റെല്ലാ വിഷയങ്ങളും പറയുന്നുണ്ടെങ്കിലും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ചൈനയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് ട്രംപ് തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തങ്ങൾ ചൈനയുമായിട്ട് സംസാരിക്കും. അഥവാ സമ്മർദ്ദത്തിലാക്കുകയോ അതല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടോ യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇറാനെ നിർബന്ധിക്കാൻ വേണ്ടി ട്രംപ് ചൈനയോട് ആവശ്യപ്പെടും എന്നുള്ളതാണ്. ചൈനയുടെ പ്രസിഡൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ചൈനയുമായിട്ട് ഇറാൻ എല്ലാ കാലത്തും വലിയ സൗഹൃദ ബന്ധമാണ്. പക്ഷേ ആ ഒരു കാര്യം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഈ ഇറാനോട് ഉപദേശിക്കുന്ന ഒരു സ്ഥിതി കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുമാണ് വിലയിരുത്തുന്നത്. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് ഏറ്റവും കൂടുതൽ പെട്രോളിയം നൽകുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇറാനാണ്. അത് കുറഞ്ഞ വിലക്കാണ് ചൈനയ്ക്ക് പെട്രോൾ നൽകുന്നത്. ആ ഒരു വിലക്ക് അമേരിക്കക്ക് നൽകാൻ വേണ്ടി സാധിക്കുകയില്ല. വെനിസ്വേലയിൽ നിന്നായിരുന്നു ഈ ചൈനയ്ക്ക് പെട്രോളിയം കിട്ടിയിരുന്നത്. അത് അമേരിക്ക പരാജയപ്പെടുത്തുകയും ചെയ്തു. അത് അവിടുത്തെ പ്രസിഡൻറ്റിനെ തട്ടിക്കൊണ്ടുപോയതോട് കൂടിയിട്ട് പിന്നീട് അവിടുത്തെ ആ അവസ്ഥാ കാര്യങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു.
അവിടുന്ന് പെട്രോളിയം ചൈനയ്ക്ക് കിട്ടാതായി. നിയന്ത്രണങ്ങൾ അമേരിക്ക ഏറ്റെടുത്തു. സമാനമായിരിക്കും സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇറാൻ നടത്തിയത്. അതാണ് ഇറാൻ പരാജയപ്പെടുത്തിയത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവാധിപത്യമുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു ആയുധമായിട്ട് ഇറാൻ ഉപയോഗിക്കാം എന്നായിരുന്നു കരുതിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെനിസ്വേല കഴിഞ്ഞു, പിന്നീട് ഇറാനാണ്. ഇറാൻ കഴിഞ്ഞാൽ അടുത്തത് ക്യൂബാണ്. ക്യൂബ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, വെനിസ്വേല കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഇതിന് മുൻപ് തന്നെ ഷി ജിൻപിങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ വിഷയങ്ങളെ, അതായത് സ്വതന്ത്രമായ രീതിയിൽ അയച്ചുവിട്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് അമേരിക്ക മാറ്റാൻ വേണ്ടി സാധിക്കില്ല. ഒരു നിയന്ത്രണ ചരടും ഒരു പ്രതിരോധം നിർബന്ധമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ അതിന് പ്രതിരോധ ശക്തി വളരെ വളരെ കൂടുതലാണ്. അവർക്ക് പിന്തുണ നൽകുന്നതോട് കൂടിയിട്ട് അമേരിക്കയുടെ ഈ സർവാധിപത്യം തകർക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ചൈന കണക്കുകൂട്ടുന്നു. അപ്പോൾ ഈ മേഖലയിൽ നിന്ന്, ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് കപ്പലുകൾക്ക് സ്വതന്ത്രമായ രീതിയിൽ പാത ഒരുക്കുക എന്നുള്ളതായിരുന്നു മുൻപ് അമേരിക്ക പറഞ്ഞത്. അതിന് തങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോടും അറേബ്യൻ രാജ്യങ്ങളോടൊക്കെ പറയുകയും ആരും അത് സഹകരിക്കാതിരിക്കുകയും ചെയ്തു. മുൻപ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഊത്തുകളുമായി പ്രശ്നമുണ്ടായ സമയത്തും ഇതേ സ്ഥിതിയാണ് ഉണ്ടായത്. അമേരിക്കയുടെ പ്രസിഡന്റ് അന്ന് ജോ ബൈഡനാണ് സൗദി അറേബ്യ അടക്കമുള്ള ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളോടും ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആരും അത് ചെയ്തില്ല. അവർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതിനാൽ ഞങ്ങൾ ഇതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പിന്നീടാണ് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും കൃത്യമായിരിക്കുന്ന സൗഹൃദമുള്ള രാജ്യമാണ് ഇറാനുമായിട്ട്, അവരുമായിട്ടൊരു ശത്രുത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ട്. ആയതിനാൽ അതിൽ തങ്ങൾ അനുവദിക്കില്ലും തങ്ങളത് അംഗീകരിക്കില്ലും തുറന്നു പറയുകയും ചെയ്തു. അങ്ങനൊരു സ്ഥിതി വന്നതോട് കൂടിയിട്ട് അമേരിക്ക അവിടെ ഒറ്റപ്പെട്ടു. ഇപ്പോഴും ഒറ്റപ്പെടലാണ്. അത് കൂട്ടായ രീതിയിലുള്ള ഒരു സഹായ കാര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും അമേരിക്ക കിട്ടുന്നില്ല എന്നുള്ളതാണ്. മറ്റേതൊരു രാജ്യത്തെ വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങൾ വലിയ സഹായം പിന്തുണയും അമേരിക്കയ്ക്ക് ചെയ്തു കൊടുക്കുകയായിരുന്നു. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിഴൽ രാജ്യം എന്ന് തന്നെയാണ് പറയുന്നത്. ഏതൊരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത് തന്നെ യഥാർത്ഥത്തിൽ ബ്രിട്ടനാണ്. എന്നാൽ അവർ പോലും ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ, അമേരിക്കയുടെ നയങ്ങളും നിലപാടും അപ്പാടെ അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. തങ്ങളത് അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടൻ പറയുന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള സ്ഥിതി മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ തരത്തിലേക്ക് കാര്യാവസ്ഥകൾ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്ത്, പെട്രോളിയം രംഗത്ത് ലോകം മുഴുവനും ഈ ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും അനുഭവിക്കുന്നു. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. തങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് തങ്ങൾ തിരിച്ചടിച്ചത്. അതുകൊണ്ടാണ് ഹോർമുസിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഞങ്ങൾ വലിയ രീതിയിലുള്ള താല്പര്യം കാണിച്ചത്. ഇതിനു മുൻപ്, യുദ്ധം ചെയ്യുന്നതിന് മുൻപ് ഇതൊരു സ്വതന്ത്ര പാതയായിരുന്നു. ആർക്കും പോകുന്നത് കൊണ്ടും തിരിച്ചു വരുന്നത് കൊണ്ടും യാതൊരു വിഷയത്തിലും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ ആക്രമിച്ച സമയത്ത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആണവായുധം പോലെയുള്ളൊരു പ്രയോഗമാണ് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ നടത്തിയത്. അതിൽ തങ്ങൾ വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ പൂർണ്ണ അധികാരങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കൈവശത്തിലാണ്. അതിലിടപെടാൻ വേണ്ടി ഒരു രാജ്യത്തെയും അനുവദിക്കില്ല, സമ്മതിക്കില്ല. പ്രത്യേകിച്ച് അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും തങ്ങൾ തീർച്ചയായിട്ടും അതിനെ ഒതുക്കുക തന്നെ ചെയ്യും എന്ന് ആവർത്തിച്ചുകൊണ്ട് പറയുന്നു. IRGCയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവിധ രീതിയിലുള്ള സൈനിക പ്രാക്ടിക്കലും ഉണ്ടാക്കിക്കൊണ്ട് തയ്യാറായി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതൊരു യുദ്ധത്തെയും അഭിമുഖീകരിക്കാൻ വേണ്ടി സൈനികപരമായ രീതിയിൽ ഞങ്ങൾ ശക്തി സംഭരിച്ചിരിക്കുന്നു. അമേരിക്ക വരട്ടെ, നമുക്ക് നോക്കാം, നിങ്ങൾ യുദ്ധത്തിന് വരൂ എന്ന് ഒരു വെല്ലുവിളി കൂടി യഥാർത്ഥത്തിൽ IRGC ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ നടത്തുന്നുണ്ട്.